ആരാ? ആ ചേട്ടാ, ആ നിങ്ങൾ ഇവിടെ തേങ്ങ എടുക്കുന്നില്ലേ? തേങ്ങ തേങ്ങ കുറച്ചൊക്കെ ഉള്ള എടുക്കും. ഒരു 4-5 എടുക്കും. എൻ്റെ ഒരു 2-3 തേങ്ങ ഉണ്ട്. നിനക്ക് എവിടെ നിന്നാണ് തേങ്ങ കിട്ടിയ? ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. വീട്ടിൽ നിന്നോ? ഓ, നിനക്ക് തേങ്ങ വിൽക്കാൻ ഉണ്ടല്ലേ? ഓ, അതെ, 3 തേങ്ങ ഉണ്ടേ. ആ, എന്നാ വിലക്കാണ് നിങ്ങളിപ്പോൾ എടുക്കുന്നത്? എന്നാ വിലയ്ക്ക് എടുക്കണേന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. ഇപ്പോൾ കടയിൽ 10-50 രൂപയാണെന്ന് തോന്നുന്നു. കടയിൽ 70 രൂപ വില. 70. 3 കടയിൽ കൊണ്ടുണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഓ, കൊണ്ടുവന്നു. അപ്പേ ചേട്ടന് എന്നാ വിലക്ക് എടുക്കും? ഞാൻ 25 രൂപ തരാം. 25? ആ, പൊതിക്കാത്തല്ലേ ഇത്? പൊതിക്ക് പറ്റിയുണ്ടേ. പൊതിച്ചാതെ 2 കിലോ ഉണ്ട്. ഉഴുത്ത് തേങ്ങയാ. പിന്നെ ആണോന്ന്? അതെ, 10 രൂപ കുറച്ചോ? 60 രൂപ നേരം. 60 തരല്ലേ? ഞാനൊരു 30 രൂപ തരും. 30 രൂപയോ? ആ, 3 10 വീതം 30 രൂപ. പുനിയേട്ടാ, 50 രൂപ. അതൊന്നും തരില്ല. 40 തരില്ല. ഇത് പൊതിക്കണ്ടേ? ഇത് പൊതിച്ച് നോക്കി കേടാണെങ്കിൽ പിന്നെ എന്നാ ഞാൻ? കേടൊന്നുമല്ല. പിന്നെ നീ പറയും മാതിരില്ലേ? എന്നാ പിന്നെ എത്ര തരും? ഞാനൊരു 30 രൂപ തരും അങ്ങേറ്റം. 30 രൂപ? 35 രൂപ കൂട്ടി തന്നേക്കാം. എന്നാ പിന്നെ എന്നാ കച്ചവടം ആക്കിയേക്കുന്നു. അതേ, എടുത്തോണ്ട് വെച്ചു. കിട്ടിയ പശുവിൻ്റെ വായി പല്ലുണ്ടോന്ന് നോക്കണ്ടല്ലോ. നീ എന്നെ പെറുവർക്കുന്ന എന്തോ പെറുവർത്തല്ലോ. എനിക്ക് നഷ്ടമാണ്. പശുവിനെ കൊടുക്കണമെന്നോ? എന്നാ പശുവിനെ കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. എന്താ പശുവിൻ്റെ കാര്യം പറഞ്ഞു കിട്ടു? ഇല്ല, പറഞ്ഞില്ല. എന്നാ പൈസ എന്നാ ഞാൻ പൊക്കോട്ടെ. എടുത്തു വെച്ചോ. എടുത്തു വെച്ചോളാം. സഞ്ചി എൻ്റേതാട്ടോ. നിൻ്റെ തന്നെയാണോ? ആ, ആയിക്കോട്ടെ. ഓ, ഇത് ഏതായാലും 2-3 തേങ്ങ ആ തെങ്ങിൻ്റെ കൂടി കിടപ്പുണ്ട്. അതോടെ പറക്കിയിട്ടേക്കാം. ഇവിടെ കിടന്ന് തേങ്ങ കാണാനില്ലല്ലോ. അത് ആരാടുത്തോണ്ട് പോയി പോലും. എൻ്റെ ദൈവമേ, എൻ്റെ തേങ്ങ തന്നെ അവളെ എനിക്ക് കൊണ്ട് തന്നിട്ട് പൈസ മേടിച്ച് അവൾ പോയി. അവൾ ഭയങ്കര സാധനമുള്ളപ്പാ. അവളെ പഠിക്കേണ്ട പൈസ. ഇനി വരട്ടെ അവളിങ്ങോട്ട്.